പതിവ് പോലെ ജോലിക്കായി മുറിവിട്ടു പോയ സുഹൃത്ത് ഇനിയൊരിക്കലും മടങ്ങിവരില്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് വിജയൻ പിള്ള. ഞാനിപ്പോൾ പുള്ളിയായിട്ട് 7 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു റൂമിലാണ് താമസിക്കുന്നത്. എനിക്ക് ഇന്നലെ വെള്ളിയാഴ്ച ഈ ഷിഫ്റ്റ് ചേഞ്ച് ആവുന്ന ഇതായതുകൊണ്ട് എനിക്ക് ഇന്നലെ 2 മണിക്ക് പോകണമായിരുന്നു. പുള്ളിക്ക് 6 മണിക്കായിരുന്നു ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് കമ്പനി രാത്രി ഒരു 10:15 ആകുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടായി, പുള്ളിയാണ് മരിക്കപ്പെട്ടതെന്നുള്ളത്. 16 വർഷം മുമ്പ് പ്രവാസ ജീവിതം തുടങ്ങിയ നാൾ മുതൽ ശാരംഗ്ധരനുമായുള്ള സൗഹൃദത്തിന്റെ കഥയാണ് കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഹരികുമാറിന് പറയാനുണ്ടായിരുന്നത്. മുറിയിൽ ശാരംഗ്ധരന്റെ കട്ടിലിൽ അവസാനമായി മകളുടെ പേർക്ക് പണമയച്ചതിന്റെ രസീതി മക്കളായ അമ്മുവിനും ചിന്നുവിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതമെന്ന് സുഹൃത്തുക്കൾ. പുള്ളിയുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം വളരെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചൂടെ കഴിയുന്നൊരു വ്യക്തിയായിരുന്നു. അത് അവരുടെ കാര്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റാതെ പോയതിൽ വലിയ വിഷമമുണ്ട്. കമ്പനിയിൽ തുടക്കക്കാരനായ റാഷിദിനെ കുറിച്ചും ഒപ്പം താമസിച്ചിരുന്നവർക്കെല്ലാം നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. റാഷിദിന്റെ കട്ടിലിന് ചുവട്ടിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനായി വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ ഇവ നോക്കി നെടുവീർപ്പിടുകയാണ് ഇതേ മുറിയിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാരനായ മുഹമ്മദ് കട്ടക്. ഈ മുറിയിൽ ഇപ്പോൾ വിജയൻ പിള്ള തനിച്ചാണ്. 7 വർഷത്തോളമായി കൊല്ലപ്പെട്ട ശാരംഗ്ധരനും ഇദ്ദേഹവും ഇവിടെ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അബ്ബാസിയയിലെ അൽമുല്ല ക്യാമ്പിൽ നിന്നും ക്യാമറ പേഴ്സൺ നിസാർ കെ റഷീദിനൊപ്പം മുനീർ അഹമ്മദ്,